നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പുതിയ ഫോർമാറ്റിലുള്ള മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഇതുവരെ നമ്മൾ കണ്ട UCL അല്ല, ഇത്തവണ മുതൽ കാര്യങ്ങൾ മാറി മറിയുകയാണല്ലോ. 36 ടീമുകളുള്ള ഒറ്റ ലീഗായിട്ടാണ് ടൂർണമെൻറ്റ് ആരംഭിക്കുന്നത്. പിന്നെ പ്ലേ ഓഫും റൗണ്ട് ഓഫ് 16ഉം ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലും ഫൈനലും എല്ലാം ഉണ്ട്. പക്ഷേ ഇതുവരെ നമ്മൾ കണ്ട പോലെ 4 ടീമുകൾ കളിക്കുന്ന 8 ഗ്രൂപ്പുകളുള്ള UCL അല്ല, 36 ടീമുകളുള്ള ഒറ്റ ലീഗ് ഫേസാണ് തുടക്കത്തിൽ. അപ്പോൾ വമ്പൻ ടീമുകൾ തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടുന്ന രൂപത്തിലേക്ക് ഫോർമാറ്റ് മാറിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയാണ് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലെത്തിയപ്പോൾ ലിവർപൂളിൻ്റെ കോച്ച് ആർനെ സ്ലോട്ട്. ഇന്നവർക്ക് മത്സരമുണ്ട്. AC മിലാനാണ് എതിരാളികൾ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, കളിയെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക്, ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് പുതിയ ഫോർമാറ്റ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എല്ലാ രാത്രിയിലും നല്ല ഫിക്സറുകൾ അവർക്ക് ലഭിക്കും, മികച്ച കളികളുടെ ഷെഡ്യൂൾ വരും. ഫോർ എക്സാമ്പിൾ, നാളെ ഇപ്പോൾ ഞങ്ങൾ കളിക്കാൻ പോകുന്നത് ബിഗ് ടീമിനെതിരെയാണ്. അതുകൊണ്ട് എല്ലാ കണ്ണുകളും ഞങ്ങളിലേക്കായിരിക്കും. സോ കളി കാണുന്നവർക്കിത് പോസിറ്റീവാണ്. പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ലിവർപൂളിൻ്റെ കോച്ച് ആർനെ സ്ലോട്ട് പറയുന്നു. എന്നാൽ ലിവർപൂളിൻ്റെ അലിസൺ ബെക്കറും ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തോട് പുതിയ ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഫോർ ദി സപ്പോർട്ടേഴ്സ്, ഒരു സംശയവും വേണ്ട, കളിയെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക്, കളി കാണുന്ന ആരാധകർക്ക് അമേസിംഗ് ആണ്. ഒരു പക്ഷേ പ്ലെയേഴ്സിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് പലപ്പോഴും ചോദിക്കാറില്ല. ഇപ്പം കൂടുതൽ മത്സരങ്ങൾ വരുമ്പോൾ എന്താണ് പ്ലെയേഴ്സ് ചിന്തിക്കുന്നത് എന്നുള്ളത് അറിയണമല്ലോ. പക്ഷെ ആരും ചോദിക്കാറില്ല. ഒരു പക്ഷേ ഞങ്ങളുടെ അഭിപ്രായത്തിന് അത്ര വലിയ വിലയൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം എന്നാണ് അലിസൻ്റെ മറുപടി. എന്തായാലും കളികൾ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള ആക്റ്റീവ് ഷെഡ്യൂളാണ് വരുന്നത്. നിരന്തരം മത്സരങ്ങൾ കളിക്കേണ്ട ഒരു അവസ്ഥ താരങ്ങൾക്ക് വരുന്നു. ഓരോ 2 ദിവസത്തിനിടക്കും അല്ലെങ്കിൽ 3 ദിവസത്തിനിടക്കും കളിക്കളത്തിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം സംജാതമാവുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ജൂൺ മാസത്തിൽ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് വേറെയും കളിക്കണം. അപ്പോൾ താരങ്ങൾക്ക് പലപ്പോഴും ഇതിനോട് എതിർപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് ആലിസൻ്റെ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പുതിയ ഫോർമാറ്റ് അത് പൊളിച്ചെടുക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ നേരത്തെ വിശദമായിട്ട് ഗ്രാഫിക്സൊക്കെ വെച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഏതായാലും വളരെ പെട്ടെന്നൊന്ന് നമുക്ക് അത് സംഗ്രഹിച്ച് പറയുകയാണെങ്കിൽ 36 ടീമുകളുള്ള ഒറ്റ ലീഗാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഈ 36 ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഹോം എവേ അങ്ങനെ കളിക്കില്ല. പകരം 8 ടീമുകളോടാണ് ഓരോ ടീമും കളിക്കുന്നത്. അതും ഹോം എവേ ഇല്ല, ഒറ്റക്കളി. 8 ടീമുകളോട് ഒറ്റക്കളി. അതിൽ 4 ആ ക്ലബിൻ്റെ ഹോം ഗ്രൗണ്ടിലും 4 എവേ ഗ്രൗണ്ടിലുമായിരിക്കും. ഇങ്ങനെ 8 റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോഴുള്ള ആ ഒരു പോയിൻ്റ് പട്ടിക കിട്ടുമല്ലോ. ആ പോയിൻ്റ് പട്ടികയിൽ ആദ്യ 8 സ്ഥാനത്ത് വരുന്ന ടീമുകൾ നേരിട്ട് റൗണ്ട് ഓഫ് 16ലേക്ക് അങ്ങ് കടക്കും. പിന്നെ 9, 10, 11 അങ്ങനെ 24 വരെയുള്ള ടീമുകൾ, 24 വരെ സ്ഥാനമുള്ള ടീമുകൾ എന്ന് പറഞ്ഞാൽ 16 ടീമുകൾ ഉണ്ടാവും. ആ 16 ടീമുകൾ തമ്മിൽ പരസ്പരം പ്ലേ ഓഫ് കളിക്കും. അതിൽ വിജയിച്ച് 8 ടീമുകൾ വരും. അപ്പോൾ ആദ്യം കടന്ന 8 ടീമും ഈ പ്ലേ ഓഫിലൂടെ കടന്ന 8 ടീമുകളും ചേർന്നുകൊണ്ട് റൗണ്ട് ഓഫ് 16 മത്സരങ്ങൾ നടക്കും. അപ്പോൾ ചോദ്യം, 24 മുതൽ 36 വരെയുള്ള ടീമുണ്ടല്ലോ, 25 മുതൽ 36 വരെയുള്ള ടീം, അവർ മറ്റേതെങ്കിലും ടൂർണമെൻറ്റിലേക്ക് പോകുമോ? ഇല്ല, അവർ എലിമിനേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 16 ടീമുകളുടെ റൗണ്ട് ഓഫ് 16 അങ്ങനെ നടക്കും. അത് കഴിഞ്ഞ് സാധാരണ പോലെ ക്വാർട്ടർ ഫൈനൽ നടക്കും, സെമി ഫൈനൽ നടക്കും, ഫൈനൽ നടക്കും. ഇതാണ് പുതിയ ഫോർമാറ്റ്. അപ്പോൾ വ്യത്യാസം, ഗ്രൂപ്പ് സ്റ്റേജിന് പകരം ലീഗ് സ്റ്റേജായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.